ഹായ് ഹലോ. അപ്പോൾ നമുക്ക് ഇന്നൊരു ചെമ്മീൻ ചോറ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് അത് മാറ്റി വെച്ചു. പിന്നെ കുറച്ച് തേങ്ങ പച്ചമുളക് മല്ലിയില പുതിനയില കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു കേട്ടോ. ഒന്ന് ചതച്ചെടുത്തു, അത്രേ ഉള്ളൂ. എന്നിട്ട് ഫ്രൈ ചെയ്ത ചെമ്മീനെടുത്ത് മാറ്റി വെച്ചു. അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് സബോള ഇട്ടു. സബോള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക്, ഒരുപാട് അങ്ങ് വഴലണ്ട, എന്നാലും ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേന് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടു കേട്ടോ. അതാണ് ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളകില്ല ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേന് അതിനകത്ത് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടിട്ട് കേട്ടോ. കുറച്ചേ ഇട്ടുള്ളൂ. എന്നിട്ട് അതൊന്ന് വാട്ടിയെടുത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ തക്കാളിയോടെ ഇട്ടു. എന്നിട്ട് പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അരിക്കുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ കണക്കിലാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് നെയ്യൊക്കെ, നമ്മൾ നേരത്തെ വെച്ച നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് അരിയോടെ ഇട്ട് പിന്നെ നമ്മൾ നേരത്തെ വെച്ച തേങ്ങയുടെ ആ മിക്സില്ലേ അതോടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തിളപ്പിച്ച വെള്ളം കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുത്തു. ഒന്ന് കുറച്ച് നേരം ഒന്ന് വെള്ളം ചോറിൻ്റെ പാകമാകുമ്പോഴത്തേക്ക് തീ കുറച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നല്ല പാകത്തിന്, നല്ല റൈസ് നല്ല കറക്റ്റ് പാകത്തിന് വരും. റൈസൊക്കെ ഒന്ന് വെന്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് ചെമ്മീനോടെ വെച്ചിട്ട് ഒന്നുകൂടെ ദം ചെയ്തെടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ബൈ ബൈ.